ഹായ് കൂട്ടുകാരെ, ഇന്നിതാ തൃക്കടയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം വരുമ്പോൾ ലേശം ലേറ്റായി പോയി. എന്നാലും ഞങ്ങളിപ്പോൾ വരുന്നത് തിരുവമ്പാടിയിൽ നിന്നാണ്. തിരുവമ്പാടിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. എൻ്റെ വീട് മുക്കത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് അധികം ദൂരമൊന്നുമില്ല. പക്ഷേ ഇത്രയും കാലമായിട്ട് ഞാൻ ഇതുവരെ ഈ അമ്പലത്തിൽ പോയിട്ടില്ല. ഇവിടെ ഒരു അമ്പലം ഉള്ളതൊക്കെ അറിയായിരുന്നു, എങ്കിലും എനിക്കവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഈ എൻട്രൻസിൽ വന്നപ്പോഴാണ് ഇവിടെ അഖണ്ഡനാമയജ്ഞമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ബോർഡൊക്കെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു സങ്കടം, അത് കഴിഞ്ഞു പോയി. അപ്പം ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണലുണ്ടെങ്കിൽ എനിക്കിതുവരെ അത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം എന്തായാലും ഈ പ്രാവശ്യത്തെ ഏതായാലും കഴിഞ്ഞു പോയല്ലോ. അപ്പം അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ എന്തായാലും ഞാനും ഇതൊന്ന് കാണാൻ വരും. അത് മലപ്പുറം ജില്ലകളിലൊക്കെ പല അമ്പലങ്ങളിലും ഇത് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയൊന്നും ഇത് അറിയില്ലായിരുന്നു. ഇപ്പം ഇത് ഈ വൃശ്ചിക മാസത്തിലാണല്ലോ ഇത് ഉണ്ടാവുക. അപ്പം ഇത് പല സ്ഥലങ്ങളിലും കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് വരുമല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തോ എനിക്ക് കാണണം എന്നിങ്ങനെ ഭയങ്കര ആഗ്രഹം. ഞങ്ങളിതാ അവിടെ വണ്ടിയൊക്കെ സൈഡാക്കി അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഈ അമ്പലം ഞാൻ നേരിട്ടിപ്പോഴാണ് കാണുന്നത്. പക്ഷേ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇവിടെ അധികവും ഈ ഫോട്ടോഷൂട്ട്, കല്യാണക്കാരെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇവിടെ ഇവിടെ ഒരു താഴെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പം എന്നപ്പം കുറച്ച് ലേറ്റായി. പിന്നെ താഴോട്ട് അധികം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇരുടാവും. അതുകൊണ്ട് കുറച്ചും കൂടി ഇറങ്ങിയപ്പം തന്നെ തിരിച്ച് പോയാലോ എന്ന് കുറച്ചങ്ങ് നോക്കിയോട്ട് കാണുന്നൊന്നുമില്ല ഈ കുളം. അപ്പോൾ എന്തായാലും ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഈ പകൽ കുറച്ച് നേരത്തെ രാവിലെയൊക്കെ വരുന്ന ദിവസം കുളം കാണാൻ പോകണം. അപ്പം തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഇനി നമുക്ക് അമ്പലത്തിലൊന്ന് കയറി നോക്കാം. അമ്പലത്തിൽ കയറിയതിന് ശേഷം, ഉള്ളിൽ കയറിയതിന് ശേഷം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ എന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പം പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ഇരുടൊക്കെ ആയിപ്പോയി. എന്നാലും സാരമില്ല, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് കുറച്ചാണെങ്കിലും കാണാമല്ലോ അമ്പലം. ഈ അമ്പലം ശരിക്കും പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വല്ലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇവിടെ കുറേ സ്വാമിമാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് ഭജനയൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഇവിടെ ഭജനയില്ല. പിന്നെ ഈ അമ്പലം ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഉള്ളത്. പിന്നെ ഈ അമ്പലം എത്രയെങ്ങാൻ വലിപ്പമുണ്ടെന്ന അമ്പലത്തിൻ്റെ ഈ ചുറ്റുകൂടെ ഇങ്ങനെ കുറച്ചധികം നടക്കാണ്ട്. ശരിക്കും എത്രയോ ഏക്കർ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങ് എത്രയോ ഒരുപാട് ദൂരോട്ടുണ്ട്. നമ്മൾ അത് മൊത്തം ഒന്ന് ചുറ്റി വരുമ്പോഴത്തേക്ക് ഏകദേശം കണ്ടോ അങ്ങ് നീണ്ട് കിടക്കുക. അപ്പുറം ഇപ്പുറയും ആലും ഒരുപാട് ആലുണ്ട്. അപ്പുറമുള്ള ആലുമ്മിൽ നിറച്ചും വവ്വാലൊക്കെ ഉണ്ട്. ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. ഞാനിതാ അങ്ങനെ ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ചിങ്ങനെ നടന്ന് പോരാണ്ട്. ഞാനിതാ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോന്നാ ഇതുണ്ടോ. അതേപോലെ അതിൻ്റെ ബാക്ക് കൂടി ഉണ്ട് നടന്നു പോകാൻ. കണ്ടോ, ഇവിടെ സ്വാമിമാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതാ അങ്ങനെ ഞാനും ഇങ്ങനെ നടന്ന് പോവാ. ഇവിടേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടി ഇരുടായി വരികയാണ്. വവ്വാലാണെങ്കിൽ നിറച്ചിങ്ങനെ പറക്കുന്നുണ്ട്. വവ്വാൽ പറക്കുമ്പോൾ ആ ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മറ്റേ ദേവരാഗം സിനിമയിലൊക്കെ ഉള്ളതില്ലേ, ആ ഒരു സൗണ്ടൊക്കെയാണ് ഇവിടെ എത്തിയപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തോന്നുന്നത്. നിറച്ചെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഇരുട്ടത്ത് എങ്ങനെ ഞാൻ കാണിച്ചു തരും. ഉണ്ടോ. എന്തായാലും ഞാൻ അതിൻ്റെ ചോട്ടിലേക്കും കൂടി പോയിട്ട്, പക്ഷേ ഈ അമ്പലം കണ്ട എന്തോ ഒരു നീളത്തിലങ്ങനെ കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പകലൊക്കെ വന്നിട്ട് ഇത് നല്ല ക്ലിയറിലൊരു വീഡിയോ എടുക്കണം. ഇപ്പം ഞാൻ വന്ന സമയത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. കണ്ടോ, ആലൊക്കെ കിളികളാണെങ്കിൽ വവ്വാൽ ഇതിലിങ്ങനെ പറക്കുന്നുണ്ട്. ഉണ്ടോ, എന്തോരാൾ ചെറുതും വലുതൊക്കെ ആയിട്ട് നിറച്ചുണ്ട്. അതിൻ്റെ ചുവട്ടിൽ കൂടി അപ്പം പോകേണ്ടത്. വവ്വാൽ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു മരം അത് നിറച്ചും വവ്വാലാണ്.
കാണലില്ലല്ലോ, കുറച്ച് പാറുന്നതൊക്കെ ഇപ്പം കാണലുണ്ടാവുള്ളൂ. ഒച്ചപ്പാടോ എമ്മാതിരി ഒച്ചപ്പാടാന്നാ. അങ്ങനെ എന്തായാലും പകലൊരു ദിവസം വരണം. ഇനിയിപ്പം അമ്പലമൊക്കെ കണ്ടല്ലോ. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി കേട്ടോ ഇപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ മുക്കം തിരുവമ്പാടി ഇങ്ങനെ വയനാട്ടിൽ നിന്ന് ഒക്കെ വരുന്നവർ ഈ അമ്പലത്തിൻ്റെ മുൻവശത്ത് കൂടിയാണ്, എളുപ്പത്തിൽ എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. അപ്പം അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിനൊക്കെ ഞാൻ അവരൊക്കെ ഈ ആലിൻ്റെ ഒക്കെ ചോട്ടിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്ര ഭംഗിയുള്ളത് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അറിയുക. ആരെങ്കിലുമൊക്കെ ഈ വഴിയൊക്കെ ഈ എയർപോർട്ടിലോട്ട് കൂടിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ അമ്പലത്തിൽ കയറുകയും ചെയ്യാം, ഇവിടെയൊക്കെ കണ്ടൊന്ന് പോകാം. ഇതൊരു കാണേണ്ട കാഴ്ചയാണ്. അപ്പം ഇരുടായി, രാത്രിയായി. അതിൻ്റെ ഒരു വശം ഈ അമ്പലം ചുറ്റി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഇരുടായി. ഞാൻ അവിടുന്ന് പുറപ്പെട്ടതാ, കണ്ടില്ലേ, അത് അപ്പുറത്ത് കൂടി ചുറ്റി ഇപ്പുറത്തെപ്പോഴത്തേക്ക് ഇത്രയും ഇരുടുമായി. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ, ബൈ.